ഹായ് ഫ്രണ്ട്സ്, മെഫിൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ? ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷർ ആണോ? അങ്ങനെയാണെങ്കിൽ ചെയ്ത് നിങ്ങൾ കയറാൻ പോകുന്ന ജോലിയിലെ ഒരു മണിക്കൂറിലെ കിട്ടുന്ന സാലറി എത്രയായിരിക്കും? ഇന്ത്യൻ രൂപയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി എത്ര സാലറി നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ കിട്ടും? പഠിക്കുമ്പോൾ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പ്രൊഫഷന് എത്ര സാലറി മാക്സിമം കിട്ടും ഒരു മണിക്കൂറിൽ? ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാലറി? ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും നല്ല ഒരു സാലറി കിട്ടാം, ചിലപ്പോൾ നമ്മുടെ പുറത്തെ രാജ്യത്തായിരിക്കും നല്ല സാലറി കിട്ടാം. എന്തൊക്കെ സ്കില്ലുകൾ എനിക്ക് വേണം അതിലേക്ക്? സ്കില്ല് ഉണ്ടായ പോരാ, അതിന് എക്സ്പീരിയൻസ് വേണം. ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തിട്ട് വേണ്ട വരും നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്നാലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല പ്രൊഫഷനിലേക്ക് നമുക്ക് മാറാൻ പറ്റുള്ളൂ. എല്ലാവരും പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ജനറൽ നോളജ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണം. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഓരോ വർഷം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തരായി നമുക്ക് എപ്പോൾ നിൽക്കാൻ പറ്റും, അപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുക. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്, എന്തൊക്കെ സോഫ്റ്റ്വെയർ സ്കില്ലുകൾ നമുക്കുള്ളത്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നല്ലൊരു പ്രൊഫഷനിലേക്ക് ജോലിക്ക് പോകാൻ പറ്റുക. അപ്പൊ അതിനുള്ള പ്രയത്നം ഇപ്പൊ തന്നെ തുടങ്ങണം.